ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓഫീസർ കുർത്തീസും ഉണ്ട്. നമുക്ക് ഡെയിലി വെയറിനെല്ലാം പറ്റിയ നല്ല കുറച്ച് കോട്ടൺ ടോപ്പും ബോട്ടവും കളക്ഷനും ഉണ്ട് കേട്ടോ. ഈ രണ്ടും കൂടെ ഒരു വീഡിയോ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രണ്ടിനും വെയിറ്റ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കുർത്തി പ്രീ ബുക്കിംഗിൽ കാണിച്ചിരുന്നല്ലോ, നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അതിന്റെ ബുക്കിംഗ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത്രമാത്രം ബുക്കിംഗ് എനിക്ക് ഇതിന് കിട്ടി. ഇനിയിപ്പോ ഫാബ്രിക് പോലും ഇല്ല. 15 days ആണ് പ്രീ ബുക്കിംഗ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ കുർത്തികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഓഫർ ഇട്ടിരുന്നു. അന്ന് ഓഫറിൽ കുറെ കുർത്തികൾ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേവരെ യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. അപ്പൊ വീഡിയോസ് കാണുന്നുണ്ട് അവരൊക്കെ, പക്ഷെ ഓഫർ വന്നപ്പോൾ അവരൊക്കെ വീണ്ടും വാങ്ങിച്ചു തുടങ്ങി. അതുപോലെ എത്ര ഓഫർ ഇട്ടാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ, ഓഫർ ശ്രദ്ധിക്കാതെ ഞാൻ ഡെയിലി ഇടുന്ന യൂഷ്വൽ കുർത്തികളുണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പൊ രണ്ട് കൂട്ടരും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ടാലേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഓഫർ തന്നെ ഇട്ടുകൊണ്ടിരുന്ന മറ്റുള്ളവർക്ക് വിഷമാവും. അതുപോലെ ഈ ഡെയിലി ഇടുന്ന കുർത്തികളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന അത് വാങ്ങാൻ പറ്റാതെ ഓഫറിനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു എന്ന് കരുതി ഓഫർ കുർത്തി വാങ്ങുന്നവരെ താത്തിക്കെട്ടിയോ അല്ലാത്തവരെ നല്ല എന്താ പറയുക ഹൈ കസ്റ്റമർ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. രണ്ട് ടൈപ്പ് കുർത്തികൾ എടുക്കുന്നവരുണ്ട്. ഈ ഓഫർ എടുക്കുന്നവരും നല്ല എക്സ്പെൻസീവ് കുർത്തികൾ എടുക്കുന്നവർ തന്നെയാണ്. പുറത്തുനിന്ന് എൻ്റെ അടുത്തൊക്കെ എടുക്കുന്നവർ തന്നെയാണ്. അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇടാൻ ഒത്തിരി എണ്ണം വേണ്ടേ. ഇപ്പൊ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഡെയിലി ഓഫീസിൽ പോകേണ്ടവർക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെയാണ് ഒത്തിരി ഇതിന് ആവശ്യം. അവർ പറയുന്ന 2-3 ഇടൽ ഇട്ടാലും പിന്നെ നമുക്ക് വീട്ടിലായാലും ഇടാലോ ചേച്ചി എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അതിനെ ആ രീതി തന്നെ എടുക്കണം കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ചിന്താഗതി. ഇപ്പോൾ അപ് ടു XXL വരെ ഒരു കുർത്തി ചെയ്യാൻ 2.5 മീറ്റർ ഫാബ്രിക് നമുക്ക് വേണം. എന്തായാലും അത്രയും വേണം. ഒരു 300 രൂപ കുറഞ്ഞ സ്റ്റിച്ചിങ് ചാർജ് ഒരു കുർത്തിക്ക് എവിടെ ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തന്നെ അതിന്റെ കോസ്റ്റ് എത്രയായി? അപ്പൊ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടുന്ന കുർത്തികളുടെ റേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല കുർത്തികളാണ് ഓഫറിൽ കൂടെ കിട്ടുന്നത്. നമ്മൾ ഓഫറിൽ ഇടുന്നു വരുത്തിക്കിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഡാമേജ് പീസുകൾ ഒന്നും അല്ലാട്ടോ. എന്തെങ്കിലും ഡാമേജ് ഉള്ളതൊന്നും നമ്മൾ ഇതിൽ വെച്ചിട്ട് അങ്ങനെ ഓഫർ ഇട്ട് തീർക്കുമല്ല. ഓഫർ ഇടുന്ന കുർത്തികൾ എങ്ങനത്തെയാന്ന് വെച്ചാൽ നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ സെറ്റ് വൈസ് അല്ലേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. മീഡിയം മുതൽ ഓരോ ഷോപ്പുകാർ എത്ര സൈസാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മീഡിയം മുതൽ XXL വരെ അല്ലെങ്കിൽ 3XL വരെ കിട്ടും. അതെല്ലാം സെറ്റ് വൈസാണ് നമ്മൾ ഷോപ്പിൽ വെക്കുന്നത്. നിങ്ങൾ പല ഷോപ്പുകളിലും പോകുമ്പോൾ കാണാമല്ലോ. അപ്പം നമ്മുടെ കാര്യം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ സൈസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം സെറ്റ് വൈസ് നമ്മുടെ ഷോപ്പിൽ കാണുക. അപ്പൊ അതെല്ലാം ഇങ്ങനെ വീഡിയോ വന്ന് സെയിലായി കുറെയൊക്കെ സെയിൽ ആവാതെ ഇരിക്കും. എല്ലാത്തിനും 1-2 പീസൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ അതൊക്കെ അങ്ങ് സൈഡാക്കി വെക്കും. അപ്പൊ പിന്നെ അത് വിറ്റ് പോകണമെങ്കിൽ അതിന്റെ വീഡിയോ ഒക്കെ വന്നു പോയതല്ലേ, അപ്പൊ പിന്നെ അതിന് ആവശ്യക്കാരൊന്നും അങ്ങനെ കാണില്ല. അപ്പൊ അതെല്ലാം കൂടി ഇങ്ങനെ സീസണൽ സെയിലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഓഫറൊക്കെ ഇട്ടങ്ങ് വിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ആ സ്റ്റോക്ക് അത്രയും തീർന്നും കിട്ടും. നമുക്ക് രണ്ട് കൂട്ടർക്ക് അത് യൂസ്ഫുൾ ആണ്. എനിക്ക് വരുന്ന കോസ്റ്റിനേക്കാളും താഴ്ത്തി ഇടുന്നെങ്കിൽ കൂടെ എനിക്ക് അത്രയും സ്റ്റോക്ക് തീർന്നു കിട്ടുമല്ലോ എന്ന് വെച്ചാൽ സ്റ്റോക്ക് തീർന്നു കിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചും അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ഓഫർ തരാമെന്ന് പറയുമ്പോൾ നമ്മളെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഓഫർ ഇങ്ങനെ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നമ്മളിവിടെ ഇരിക്കുന്ന ഡാമേജ് കുർത്തികളുടെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളതാണല്ലോ. അപ്പൊ ചെറിയ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഇടയ്ക്ക് സംഭവിക്കും. ഒരു 10 രൂപ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളത് കണ്ണിപ്പെടുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഓർഡറൊക്കെ വരുന്ന പുതിയ വിസ ചെയ്ത് കൊടുക്കുന്നു. ഒരിക്കലും നമ്മളൊരു ഡാമേജ് ഇവിടുന്ന് നിങ്ങൾക്ക് മനഃപൂർവ്വം നമ്മൾ അയച്ചു തരത്തില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെയോ പറ്റിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മോളിരിക്കുന്ന ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരിക്കലും ഒരു ഡാമേജ് പീസ് ആർക്കും അയച്ചു കൊടുക്കത്തില്ല. മനഃപൂർവ്വം അയച്ചു കൊടുക്കത്തില്ല. നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിൽ വന്നാൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എടുത്തു വെക്കണം. ഇപ്പൊ ഈ ഓഫീസർ കുർത്തിയുടെ ആയിക്കോട്ടെ, ഫ്രഷ് പീസ് എടുക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ ഇതേവരെ അങ്ങനെ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കാറില്ലെങ്കിൽ ഇനി മുതൽ എൻ്റെ വീഡിയോ എന്നെ കേൾക്കുന്ന ഇന്ന് മുതലെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ വളർത്തിയെടുക്കുക. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ തന്നെ അങ്ങ് എടുത്ത് വെക്കുക. അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അറ്റ് എ ടൈം 1-2 കുർത്തികളൊക്കെ നമ്മൾ വാങ്ങുന്നുള്ളൂ. അപ്പൊ അത് പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ട് അതിന്റെ എല്ലാ വശവും ഒന്ന് കാണാൻ പറ്റും. നമ്മളൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് തിരിച്ചും പിടിച്ചും ആ കുർത്തി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കി ആ വീഡിയോ കൂടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ പാകത്തിന് എടുത്ത് വെച്ചാൽ പിന്നെ നമ്മളത് സമാധാനമായിട്ട് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ഇവിടുന്ന് ഫ്രഷ് പീസ് അയച്ചു തന്നെയെന്ന് പറയും. നിങ്ങൾ പറയില്ല ഇതിനിങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയും. നമ്മൾ ആര് വിശ്വസിക്കും? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇനി മുതൽ എടുത്ത് വെക്കണം. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ചിലവരൊക്കെ ഈ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ തന്നെ വെപ്രാളപ്പെട്ട് കത്രിക വെച്ച് കട്ട് ചെയ്ത് പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കും. അപ്പൊ കത്രികയുടെ തുമ്പൊക്കെ കൊണ്ട് അതിന്റെ അകത്ത് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തുണി ചിലപ്പോൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ നമ്മളോട് പറയുമ്പോൾ
അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നത്. നമ്മൾ ഒരിക്കലും ഡാമേജ് പീസ് അയച്ചു തരത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളത് പറയുകയാണ്, ഒരിക്കലും നമ്മളത് അയച്ചു തരത്തില്ല. അങ്ങനെ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇപ്പം ഞാൻ ഡാമേജ് കുർത്തിയുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നുമില്ല, വളരെ കുറച്ച് പീസൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് കത്രിക കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നത് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കുർത്തികൾ തന്നെയാണ് കേട്ടോ. അല്ലാത്തത് നമ്മൾ അങ്ങനെയൊന്നും അല്ലാത്തത് നമ്മുടെ കയ്യിലില്ല, അല്ലാത്തത് നമ്മൾ വീഡിയോ ചെയ്യുകയില്ല. ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പം ഞാൻ അതിന് റേറ്റും കുറച്ച് തരും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, വാങ്ങിയിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് 2 കൂട്ടർക്കും പ്രശ്നമില്ല. അല്ലാതെ ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓഫർ സെയിൽ. നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്തായാലും മുടക്കുന്ന പൈസയ്ക്ക് അത് വർത്താണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക. 2 ടൈപ്പ് കുർത്തികൾ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിനാണെങ്കിൽ നോക്കി പർച്ചേസ് ചെയ്യുക. 2 ടൈപ്പിനും ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡെയിലി വെയറിന് പറ്റിയ കുറച്ച് ടോപ്പും ബോട്ടവും കളക്ഷൻ ആദ്യം കാണിക്കുന്നുണ്ട്. നല്ല കോട്ടണിൽ വന്നിട്ടുള്ള, നല്ല ക്വാളിറ്റി കോട്ടണിൽ വന്നിട്ടുള്ള കുറച്ച് ടോപ്പും ബോട്ടം ആണ്. നമുക്ക് അത് ആദ്യം കാണാം. അതിനുശേഷം നമുക്ക് ഓഫർ സെയിൽ ഇട്ടിരിക്കുന്ന കുർത്തീസും കൂടെ കാണാം. ഇതാണ് നമ്മുടെ ടോപ്പും ബോട്ടം കളക്ഷനിൽ ആദ്യത്തെ സെറ്റ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്. അതിലിതാ ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇത് പ്ലസ് സൈസ് ആണ് കേട്ടോ. ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ ഫാബ്രിക് എല്ലാം വളരെ കെയർ കൊടുത്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ലൈനിങ് ഇട്ടും ചെയ്തു തരുന്നതാണ്. കുറെ പേർക്കൊന്നും ലൈനിങ് ഇഷ്ടമല്ല, കാരണം ചൂടെടുക്കുന്നു പറഞ്ഞിട്ട് ലൈനിങ് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ലൈനിങ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. ലൈനിങ് വെച്ച് വേണമെങ്കിൽ പറഞ്ഞാലാണ് ചെയ്തു തരത്തുള്ളൂ. കൈ കിട്ടിയതിന് ശേഷം അയ്യോ അതിന് ലൈനിങ് ഇടാമായിരുന്നു, ഫാബ്രിക്കിന് കട്ടി കുറവെന്നൊന്നും പറയരുത്. ഇതൊന്നും ഹെവി കോട്ടൺ അല്ല, അതായത് ഒത്തിരി കട്ടിയുള്ള കോട്ടൺ അല്ല, എല്ലാം ബ്ലോക്ക് പ്രിന്റുകളാണ്. അപ്പം നിങ്ങൾക്ക് ബ്ലോക്ക് പ്രിന്റ് ഫാബ്രിക് അറിയാലോ, വളരെ സോഫ്റ്റ് ആണ്, ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ലൈനിങ് കൊടുത്താൽ അതിന് കുറച്ച് ഹെവിനെസ് തോന്നും. അപ്പം കുർത്തി ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനത് പറയാൻ കാരണം 2 ടൈപ്പ് കസ്റ്റമേഴ്സും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്ര ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞാലും ലൈനിങ് പറ്റാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ എത്ര കട്ടിയുള്ള ഫാബ്രിക് ആണ് ലൈനിങ് ഇട്ടാലേ ഹാപ്പി ആവുള്ളൂ എന്നുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ 2 കൂട്ടർക്ക് നമ്മൾ പ്രൊഡക്റ്റ് തരാൻ റെഡിയാണ്. നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി സെലക്ട് ചെയ്യുക. ഇത് ലൈനിങ് ഇല്ലാതെ സ്ലിറ്റഡ് പാറ്റേണിൽ ഈ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ്. അതിൻ്റെ ബോട്ടം പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈനും അതുപോലെ സ്ലീവ്സിന് എൻഡിൽ ബോർഡർ ഒക്കെ കൊടുത്തേക്കുന്നത്. വളരെ കംഫർട്ടബിൾ വെയർ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം ഇതാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ബോട്ടം. ബാക്ക് സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക്, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയൊക്കെ വന്നിട്ട് 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ഇതാണ് ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 2250. എല്ലാ സൈസും അവൈലബിൾ ആണ്. അടുത്ത സെറ്റ് ഇതാണ്. നമ്മളിപ്പോൾ തൊട്ട് മുൻപ് കണ്ടില്ല, സെയിം കളർ തന്നെയാണ്. പ്രിന്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് ടോപ്പ് വന്നേക്കുന്നത്. പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ. തന്നെ ടോപ്പ്, അതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. നമ്മൾ ആദ്യം കണ്ടില്ല, സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് സെയിം ആണ്. അപ് ടു XXL വരെ 2250 ആണ് കേട്ടോ ടോപ്പ് ബോട്ടം. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പോൾ എക്സ്ട്രാ ലൈനിങ് ചാർജും കൂടെ ഉണ്ടാവും. അടുത്ത സെറ്റ് ഇതാണ്. ഇതാണ് ടോപ്പ് വന്നേക്കുന്നത്. നമ്മൾ കാണുന്നതിന്റെ എല്ലാം പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ഈ ടോപ്പുകളെല്ലാം ഒരു 47 ഇഞ്ച് ലെങ്ത് മിനിമം കാണും. അതുപോലെ ഇതിന്റെ അകത്തെല്ലാം ഓൾട്രേഷൻ സ്പേസും കൂടി ഇട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. എലഗന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും പ്രിന്റും ഒക്കെയാണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇത് ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന, ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ നിങ്ങൾ ഇത്രയും ഈ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, പെർഫ്യൂം ഒക്കെ ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ഈ ഫാബ്രിക്കിലേക്ക് ചെയ്യുമ്പോൾ ഈ പ്രിന്റിൽ കെമിക്കൽ റിയാക്ഷൻ വന്ന് കളറൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ വാഷ് കെയർ എടുത്ത് തന്നെ വാഷ് ചെയ്യണം. അതുപോലെ ഹെവി ഡിറ്റർജന്റിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർ എടുത്ത് തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഫാബ്രിക്കാണ്. ഇടാൻ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ അതുപോലെ കെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത്. ടോപ്പ് ഇങ്ങനെ വരും.
എല്ലാം സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്, ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ അകത്ത് ഓൾട്രേഷൻ സ്പേസ് കാണും. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് അപ് ടു XXL വരെ 2250. ഇനി നമുക്ക് ഓഫർ സെയിൽ കുർത്തീസ് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഓഫർ സെയിൽ കുർത്തീസിൽ ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഓഫർ സെയിൽ 2-3 പ്രൈസ് റേഞ്ചിലായിരിക്കും കേട്ടോ വരുന്നത്. അത് ഞാൻ ഓരോന്നും കാണിക്കുമ്പോൾ പറയാം. ആദ്യത്തേത് ഇങ്ങനെ വരുവേ. നല്ലൊരു റെഡാണ് ഇതിൽ വന്നേക്കുന്ന കളറ്. തീം കുർത്തിയായിട്ടൊക്കെ ഉപയോഗിക്കാം. ഒരു വീനെക്ക് പാറ്റേണിൽ സെമി ആലിയ കട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഫുൾ സീക്വൻസും മെഷീൻ എംബ്രോയിഡറി വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. സ്ലിറ്റർ പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഈ കുർത്തിയുടെ ഈ ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ ഉണ്ട്. സെയിം ത്രെഡിന്റെ തന്നെ മെഷീൻ എംബ്രോയിഡറി ആണ്. അതുകൊണ്ട് അങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നും അല്ല കേട്ടോ. ക്രിസ്മസിന്റെ തീം കുർത്തിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കുർത്തിയാണ്. ഇത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കുർത്തികളാണ് നമ്മൾ ഈ ഓഫർ സെയിലിൽ ഇട്ടേക്കുന്നത്. കുർത്തിക്ക് യാതൊരു പ്രശ്നമില്ല, നല്ല ക്വാളിറ്റി കുർത്തി തന്നെയാണ്. എണ്ണം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്കിത് ആദ്യം വീഡിയോ കണ്ടിട്ട് ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കുർത്തി കിട്ടുകയും ചെയ്യും. എനിക്ക് ഈ ഒരു പീസ് തീർന്നും കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതിന് വരുന്ന കോസ്റ്റിനേക്കാളും താത്തിയാണ് ഇപ്പോൾ വില നോക്കുമ്പോൾ എനിക്ക് വരുന്നുള്ളൂ. പക്ഷെ ഞാനത് അങ്ങനെ പ്രശ്നമില്ല, കാരണം എനിക്ക് അതങ്ങ് തീർന്നു കിട്ടുമല്ലോ. അപ്പൊ അതാണ് ഈ ഓഫർ സെയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കുർത്തി. ഇതാണ് അടുത്തത്. ഇതൊരു ഗൗൺ ആയിട്ട് നമുക്ക് ഇടാവുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഫുൾ മെഷീൻ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു ഫാബ്രിക് ആണ്. അതിലിതാ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓവർകോട്ട് പോലെ തോന്നും. പക്ഷെ ഓവർകോട്ട് ഒന്നുമല്ല, ചെറുതായിട്ടൊരു ഈ ഫ്ലാപ്പ് പോലെ നമുക്ക് ഇങ്ങനെ തോന്നും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫുൾ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു കുർത്തിയാണ്. ഗൗൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫ്രോക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ചാൽ നല്ല ഹൈറ്റുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ നല്ലതാണ്. ഇതാണ് അടുത്ത കുർത്തി. യോക്കിലിതാ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക്. സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്ത കുർത്തി. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഈ ഫാബ്രിക്കിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കൊരു ഫെയ്ഡഡ് കുർത്തി എന്ന് തോന്നരുത്. ഇതിന്റെ പാറ്റേൺ തന്നെ ഇങ്ങനെയാണ്. ഫുള്ളി ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. കൈ കിട്ടി കഴിയുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെയും ചോദിക്കരുത്. ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ ഫാബ്രിക് ഇരിക്കുന്നത്. ഒത്തിരി പേർക്ക് ഇത് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഒത്തിരി നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ള കുർത്തിയാണ്. ലോവർ സൈഡ് ഇങ്ങനെ വരും. അതിന്റെ കളർ ചേഞ്ച് ആണ്. പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ ലേസ് ഡീറ്റെയിലും കണ്ടായിരുന്നു യോക്കിൽ. ഇതിൽ കണ്ടോ ഒരു സ്പോഞ്ച് ബോളാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ കുർത്തികളുടെ ഒക്കെ കളർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് അല്ല. ഇത് ഇങ്ങനെ തന്നെ വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരും. സ്ലിറ്റർ കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ആ സെയിം പാറ്റേണിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. താഴ്ഭാഗത്ത് ഇങ്ങനെ വരും. കുറച്ച് നാൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇതിന്റെ ഫ്രഷ് പീസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ഇതൊക്കെ ഫ്രഷ് പീസ് വാങ്ങിയവരൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഇതിപ്പോ എല്ലാം തീർന്നു. വളരെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓഫറിൽ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും അയ്യോ കഴിഞ്ഞ മാസം ഞങ്ങൾ എടുത്തപ്പോൾ ഇതിന് എന്ത് വിലയായിരുന്നു, ഇപ്പൊ എന്താ ഈ വിലക്ക് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് തോന്നരുത്. ഇതെല്ലാം തീർന്നു. 1-2 പീസൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഓഫറിൽ ഇട്ടേക്കുന്നത്. ഇതാണ് അടുത്തത്. ഇത് അക്കോബ കട്ട് വർക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ലൈൻ കട്ടാണ്. ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ഒരു കുർത്തിയാണ്. ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ പടിയൊക്കെ വന്നിട്ട് ബട്ടണൊക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ. കളർ ചേഞ്ച് ആണ്. നല്ലൊരു നേവി ബ്ലൂ ആണ് ഇതിന്റെ കളർ വന്നേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയൊക്കെ വന്നിട്ട് ബട്ടണൊക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റ് ഒക്കെ വന്നിട്ട് ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ഒരു കുർത്തിയാണ്. ഇത് പ്യുവർ കലങ്കാരിയാണ് കേട്ടോ. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്നു. ഇത് പ്യുവർ കോട്ടൺ ആണ്. അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. പീകോക്കിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. മെറൂണിന്റെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷൻ ആണ്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്നു. ഇതും കലങ്കാരിയാണ്. ഇതും പ്യുവർ കോട്ടൺ ആണ്. അജ്രക് പ്രിന്റ് ആണ്. ഒരു ജീമിക്ക പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ അത്. ഇതാണ് അടുത്തത്. ഇതൊരു പ്രിൻസസ് കട്ട് പാറ്റേണിൽ
ഏലിയൻ കട്ട് അടിച്ചിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇതാണ് ഇതിന്റെ പ്രിന്റിന്റെ ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. മൾട്ടി പ്രിന്റ് ഉള്ള ഫാബ്രിക് ആണ്. ഇതാണ് അടുത്ത കുർത്തി. ഇതും പ്രിൻസസ് കട്ടാണ് കേട്ടോ. ഏലിയൻ കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. പ്യുർ കോട്ടൺ ആണ്. അജർ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. ഒരു ഏലിയൻ കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണിത്. ഇതാണ് അടുത്തത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ബേസ് കളർ നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ വൈറ്റും ആണ് കോമ്പിനേഷൻ. ഏലിയൻ കട്ടാണ്. ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്ത കുർത്തി വന്നേക്കുന്നത്. പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. അത് ഏലിയൻ കട്ടാണ്. ഇതാണ് അടുത്തത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ആണ്. പ്രിൻസസ് കട്ട് പാറ്റേണിൽ സ്ലിറ്റുള്ള കുർത്തിയാണ്. ചൈനീസ് കോളർ നെക്കാണ്. ഇതും പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ്. ഇത് ഏലിയൻ കട്ടാണ് കേട്ടോ. ഇത് ക്രിസ്മസിന്റെ തീം കുർത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതാ ഇത്രയും ഫ്ലയേർഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ചെറിയ സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷർട്ട് കോളറൊക്കെ വെച്ച് ചെയ്തേക്കുന്ന ഒരു ഭംഗിയുള്ള ടോപ്പാണ്. ഇതാണ് അടുത്തത്. ഇത് റയോണിന്റെ അജരക്കിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ്. ജോർജറ്റിന്റെ മൊഡാലിന്റെ കൂടെ കോമ്പിനേഷൻ ആണ് കേട്ടോ. ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇതും റയോണിന്റെയും അജരക്കിന്റെ കോമ്പിനേഷൻ ആണ്. സ്ലിറ്റഡ് ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്നു. ജോർജറ്റ് മൊഡാല് ആണ് കോമ്പിനേഷൻ. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ്. ഇത് ഷിഫോണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ലൈനിങ് ഇട്ട് സ്ലിറ്റഡ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇത് ഷിഫോണിൽ വന്നിട്ടുള്ളതാണ്. ഇതിൽ പ്രിന്റ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാ മൾട്ടി പ്രിന്റ് ആണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. അടുത്തത് ഇതിന്റെ ബേസ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു. ജോർജറ്റിന്റെ മൊഡാലിന്റെയും കോമ്പിനേഷൻ ആണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ്. വീഡിയോയിൽ പല പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസ് ആണ്. ഓഫർ കുർത്തീസ് ആയിരുന്നല്ലോ. നമ്മൾ ഇത്രയും നേരം കണ്ട കുർത്തികളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ ഒന്നിച്ച് എടുക്കുവാണെങ്കിൽ അതിന്റെ പ്രൈസ് വരിക 1499 മാത്രമാണ്. നല്ല ഓഫറാണ് ഇത്. ഇനി അങ്ങനെയൊന്നും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഓഫർ അല്ല കേട്ടോ. അത്രയും നല്ല ഓഫറാണ്. എല്ലാം ഒരു പീസൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് കണ്ണടച്ചിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും ഇത് കിട്ടിയാലും അത്രയും വർത്താണിത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളുക. ഇതാ അതിൽ ലാസ്റ്റ് പീസ് ഇതാണ്. രണ്ടെണ്ണം ഒന്നിച്ചെടുത്താൽ അതിന്റെ പ്രൈസ് 1499 ആയിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കുർത്തിയാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം കണ്ടത് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പും ബോട്ടം കളക്ഷൻ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടതെല്ലാം ഓഫർ സെയിൽ ഇട്ടിരിക്കുന്ന കുർത്തീസ് ആണ്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒന്നിച്ചെടുത്താൽ ഇതിന്റെ പ്രൈസ് വരിക 1499 ആണ്. നല്ല ഓഫറിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ണടിച്ചെടുക്കാവുന്ന കുർത്തീസാണ്. അത്ര നല്ല കുർത്തീസാണ് ഇതെല്ലാം. ആർക്ക് കിട്ടിയാലും അവർക്ക് ലക്കാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത്ര നല്ല ക്വാളിറ്റിയുള്ള കുർത്തീസാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ തന്നവർക്ക് മാത്രമാണ് ഇത് കിട്ടാൻ ചാൻസ്. വളരെ കുറഞ്ഞ പീസ് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് സൈസ് എടുത്താലും കുഴപ്പമില്ല. ഒരു സൈസ് തന്നെ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഒന്നിച്ചെടുത്താൽ 1499 ആണ് ഇതിന്റെ പ്രൈസ് വരിക. അതിൽ ലാസ്റ്റ് കുർത്തി ഇതാണ്. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ഓഫർ സെയിലുള്ളതാണോ വേണ്ടത്, അല്ലെങ്കിൽ ആദ്യം കാണിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ കളറിൽ ചെറിയ വേരിയേഷൻസ് കാണും. കോട്ടൺ ഫാബ്രിക് എല്ലാം വാഷ് കെയറോട് തന്നെ വാഷ് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ ബോട്ടം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ആദ്യം കാണിക്കാൻ വിട്ടുപോയി. അത് ഓഫറിലുള്ളതല്ല കേട്ടോ. അത് പുതിയ പീസാണ്. അതും കൂടെ ഒന്ന് കാണിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ടം. നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ബോട്ടമാണ്. ഇതാ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ലേസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബോട്ടമാണ്. ബാക്ക് സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക്, ഫ്രണ്ട് പോർഷനിൽ പടി വന്നിട്ട് രണ്ട് സൈഡ് പോക്കറ്റ്സ് ഒക്കെ വന്നിട്ട് ഇതാ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് താഴ്ഭാഗത്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ പ്രൈസ് 1090 ആണ്.
നമുക്ക് ഈ ബോട്ടം 2 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ലേസിന്റെ വീതിയിലാണ് വ്യത്യാസമുള്ളൂ. രണ്ടാമത്തേത് ഇത്രയും വീതി വരുന്നതാണ് കേട്ടോ. ഞാൻ ഇത് മടക്കി വെച്ച് കാണിക്കുന്നതാണ്, ഇങ്ങനെയല്ല, അത് എടുക്കാൻ വിട്ടുപോയി. ഇത്രയും വീതി വരുന്ന ലേസ് ഉള്ളതുണ്ട്. അത് 3 ഏതെങ്കിലും ഒന്നിച്ചെടുത്താൽ 1199 അതിന്റെ പ്രൈസ് വരിക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ, കുറച്ച് അധികം ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇതാണ്. ഇതെല്ലാം സൈസ് കെട്ടയക്കുന്ന കുറച്ച് കുർത്തീസാണ്. ഒരു പീസ് 2 പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രമേ കിട്ടാനുള്ള ചാൻസ്. ഇത് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. സ്ലിറ്റുള്ള കുർത്തിയാണ്. അടുത്തത് ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാണ്, കുറച്ച് അധികം ഉണ്ട്. സെമി ആലിയ കട്ട് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്, പ്യുർ കോട്ടൺ ആണ്. അടുത്തത് ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ്. സ്ലീവ്സിലേക്കും യോക്കിലേക്കും ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. ഇതും പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക്. ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് റയോണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള പേൾ വർക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. താഴ്ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ഗ്യാദേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് ജോർജറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. താഴ്ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ, പ്യുർ കോട്ടൺ അല്ല. ഇതാണ് അടുത്തത്. ഇത് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. ഇതും പ്യുർ കോട്ടൺ ആണ്, സ്ലിറ്റഡ് കുർത്തിയാണ്. ഇത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ്. കട്ടിയുള്ള ഫാബ്രിക് ആണ്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഇതാണ് അടുത്തത്. ഇതിലൊരു ത്രെഡിന്റെ വീവിങ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ത്രെഡ് വീവിങ് ആണ്. ലൈനിങ് ഉള്ള കുർത്തിയാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്ന കുർത്തിയാണ്. ഇതും സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഒരു കോളർ പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്നു. ഷർട്ട് കോളർ പാറ്റേണിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ഇതും സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്ന ഒരു കുർത്തിയാണ്. ഇതും സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ വന്നേക്കുന്നു. ഇതാണ് അടുത്ത കുർത്തി. ഈ ഫാബ്രിക്കിന്റെ വേറൊരു പാറ്റേൺ നമ്മൾ ലേസ് ഒക്കെ വെച്ചിട്ടുള്ളത് തൊട്ട് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പൈപ്പിംഗ് വന്നിട്ടുള്ളൊരു നെക്കാണ്. സ്ലീവ്സിലേക്ക് ഇങ്ങനെ അക്കോബയുടെ ഒരു പീസാണ് വന്നേക്കുന്നത്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. ഇത് സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് 8 വന്നേക്കുന്നത്. ഇതാണ് അടുത്തത്. ഇത് പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ്. എലൈൻ കട്ട് ആണ് കേട്ടോ. ഇതാണ് അടുത്തത്. ഇതും പ്രിൻസസ് കട്ട് ആണ്, പക്ഷെ സ്ലിറ്റഡ് ആണ്. ഇന്നത്തെ നമ്മുടെ ഓഫർ സെയിൽ കുർത്തീസിൽ ലാസ്റ്റ് കുർത്തിയാണ് കേട്ടോ. ഇതൊരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തേക്കുന്നു. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് 8 കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഓഫറിൽ ഇട്ടിരിക്കുന്ന കുർത്തീസ് ആണ് കേട്ടോ. സൈസ് കട്ടായിരിക്കുന്ന കുർത്തീസ് ആണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നാലാണ് കിട്ടാൻ ചാൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ തരിക. വീഡിയോ കാണുമ്പോൾ കളറിൽ ചെറിയ വേരിയേഷൻസ് കാണും. അതുപോലെ ഈ കുട്ടികൾക്കൊന്നും റിട്ടേണോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ ഒത്തിരി പേര് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫുൾ ഹാപ്പി ആണെങ്കിൽ മാത്രം എടുക്കുക. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.